എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള 100 കൺഫ്യൂസിംഗ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്. ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. കേസിനാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ്, പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത്. ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംതെ. ബാബ ആംതെയാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത്. ആധുനിക ഗാന്ധി ബാബ ആംതെ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈ. ചെന്നൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബംഗളൂരു. ബംഗളൂരുവിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബംഗളൂരു. ന്യൂമറോളജി. ന്യൂമറോളജി എന്നത് സംഖ്യകളെക്കുറിച്ചുള്ള പഠനം. സംഖ്യകളെക്കുറിച്ചുള്ള പഠനം ന്യൂമറോളജി. ന്യൂറോളജി. ന്യൂറോളജി എന്നത് നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം. ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനം. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിസെപ്റ്റിക് ആണ്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിസെപ്റ്റിക് ഫിനോൾ. ഫിനോളാണ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിസെപ്റ്റിക്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ. പെൻസിലിനാണ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിസെപ്റ്റിക് ഫിനോൾ. ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26. ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് 14. ഓഗസ്റ്റ് 14 ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ ജനുവരി 26. ഇന്ത്യയിൽ വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം ഓഗസ്റ്റ് 14. ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ എണ്ണം. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ എണ്ണം 6. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാർ 6 പേരാണ്. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9. ഇന്ത്യയിൽ 9 പ്രധാനമന്ത്രിമാരാണ് ഭാരതരത്നം നേടിയിട്ടുള്ളത്. ഭാരതരത്നം നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിമാർ 6 പേർ. ഭാരതരത്നം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ എണ്ണം 9. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജിയാണ് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഉപ്പു സത്യാഗ്രഹ സമയത്ത് അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത്. 1930 ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മഹാത്മാഗാന്ധി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി അറസ്റ്റ് വരിച്ചപ്പോൾ നേതൃത്വം ഏറ്റെടുത്തത് സരോജിനി നായിഡു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച്
വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത്? സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സി ശങ്കരൻ നായർ. ലോക് നായക് എന്നറിയപ്പെടുന്നത്? ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനാണ് ലോക് നായക് എന്നറിയപ്പെടുന്നത്. ദേശ് നായക് എന്നറിയപ്പെടുന്നത്? ദേശ് നായക് എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ദേശ് നായക് എന്നറിയപ്പെടുന്നത്. ലോക് നായക് ജയപ്രകാശ് നാരായണൻ, ദേശ് നായക് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹരിയാനയിലെ കർണാലിൽ. ഹരിയാനയിലെ കർണാലിലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം. ഹരിയാനയിലെ കർണാലിൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്? ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. നദികളെക്കുറിച്ചുള്ള പഠനം? നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. പോട്ടമോളജിയാണ് നദികളെക്കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം? പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. ഓറോളജി എന്നതാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി, പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ആചാര്യ ജെ ബി കൃപലാനി. ആചാര്യ ജെ ബി കൃപലാനിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നത് ജോർജ് ആറാമൻ. ജോർജ് ആറാമനായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നത് ആചാര്യ ജെ ബി കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവായിരുന്നത് ജോർജ് ആറാമൻ. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂ ഗ്രോസ്. സർ ഹ്യൂ ഗ്രോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂ ഗ്രോസ്. ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നുകൊള്ളുവിൻ രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം സ്വതന്ത്രമായി 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 ഭാരതം സ്വതന്ത്രമായി കേരളം സ്വതന്ത്രമായി സമത്വവും എന്ന വരികൾ എഴുതിയത് ബോധേശ്വരൻ. ബോധേശ്വരൻ്റെ വരികളാണ് ഉണരുവിൻ എണീക്കുവിൻ അണിനിരന്നുകൊള്ളുവിൻ രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം സ്വതന്ത്രമായി 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 ഭാരതം സ്വതന്ത്രമായി കേരളം സ്വതന്ത്രമായി സമത്വവും എന്ന വരികൾ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ
അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആഹ്വാനം ചെയ്തതാണ് ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നത്. ഉണരുവിൻ, എണീക്കുവിൻ, അണിനിരന്നുകൊള്ളുവിൻ, രണത്തിനുള്ള കാഹളം ശ്രവിച്ചിടിൻ മനോഹരം, സ്വതന്ത്രമായി 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 ഭാരതം, സ്വതന്ത്രമായി കേരളം, സ്വതന്ത്രമായി സമത്വവും എന്ന വരികൾ ബോധേശ്വരൻ്റേതാണ്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നത് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനും. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജി. സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. പൈക കലാപം നടന്ന വർഷം? പൈക കലാപം നടന്ന വർഷം 1817. 1817 പൈക കലാപം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള നടന്ന വർഷം? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള നടന്നത്. പൈക കലാപം നടന്ന വർഷം 1817. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം? നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് എന്നാണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ വിറ്റാമിൻ സിയുടെ രാസനാമം. നാരങ്ങയിലുള്ള അമ്ലം? നാരങ്ങയിലുള്ള അമ്ലം സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡാണ് നാരങ്ങയിലുള്ള അമ്ലം. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. നാരങ്ങയിലുള്ള അമ്ലം സിട്രിക് ആസിഡ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. ടെസ്സി തോമസ് ആണ് മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ മഹാറാണി. വിക്ടോറിയ മഹാറാണിയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി? സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി വിക്ടോറിയ മഹാറാണി. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത്? സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ആലപ്പുഴയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. പക്ഷിപ്പാതാളം എവിടെയാണ്? പക്ഷിപ്പാതാളം എവിടെയാണ്? വയനാട്. വയനാടിലാണ് പക്ഷിപ്പാതാളം. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. പക്ഷിപ്പാതാളം വയനാടിലാണ്. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത്? നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത്? നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. AV കുഞ്ഞമ്പുവാണ് നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത്. നവജവാൻ ഭാരത് സഭ സ്ഥാപിച്ചത് ഭഗത് സിംഗ്. നവജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത്? ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്? സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്
മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. ദക്ഷിണേശ്വരത്തെ സന്യാസി ശ്രീരാമകൃഷ്ണ പരമഹംസർ, സബർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധി, പൗനാറിലെ സന്യാസി വിനോബ ഭാവെ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ് എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ കീഴടക്കാം എന്നത്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ് എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും ഉപയോഗിച്ചാണ്, ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു. നളചരിത മാട്ടകഥ ആരുടെ രചനയാണ്? നളചരിത മാട്ടകഥ ആരുടെ രചനയാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ രചനയാണ് നളചരിത മാട്ടകഥ. നളചരിതം തുള്ളൽ ആരുടെ രചനയാണ്? നളചരിതം തുള്ളൽ ആരുടെ രചനയാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ രചനയാണ് നളചരിതം തുള്ളൽ. നളചരിത മാട്ടകഥ ഉണ്ണായി വാര്യരുടെ രചന, നളചരിതം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ രചനയും. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത്. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാരഗുരുദേവൻ. പൊയ്കൽ യോഹന്നാൻ കുമാരഗുരുദേവനാണ് പുലയൻ മത്തായി എന്നറിയപ്പെട്ടത്. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. പുലയൻ മത്തായി എന്നറിയപ്പെട്ടത് കുമാര ഗുരുദേവൻ. അഖിലാണ്ഡ മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. അഖിലാണ്ഡ മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ള. പന്തളം KP രാമൻപിള്ളയാണ് അഖിലാണ്ഡ മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. പന്തളം കേരളവർമ്മയാണ് ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത്. അഖിലാണ്ഡ മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ള. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. വേദസമാജം സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ചത് ശ്രീധരലു നായിഡു. ശ്രീധരലു നായിഡുവാണ് വേദസമാജം സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായണൻ അഗ്നിഹോത്രി. ശിവനാരായണ അഗ്നിഹോത്രിയാണ് ദേവസമാജം സ്ഥാപിച്ചത്. വേദസമാജം ശ്രീധരലു നായിഡു സ്ഥാപിച്ചത്. ദേവസമാജം ശിവനാരായണൻ അഗ്നിഹോത്രി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ബക്സർ യുദ്ധം. ബക്സർ യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധം ബക്സർ യുദ്ധം. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ്. കാനിങ് ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് പാമർസ്റ്റൺ.
പാമർസ്റ്റൺ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ. വിക്ടോറിയ ആയിരുന്നു 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞി. 1857 വിപ്ലവം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ കാനിങ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് പാമർസ്റ്റൺ. ആ സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നത് വിക്ടോറിയ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പുനെ. പുനെ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ബോംബെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. മദ്രാസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന നഗരം പുനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന നഗരം ബോംബെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം മദ്രാസ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത്. അയ്യങ്കാളി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. ഭൂമിയുടെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ പലായന പ്രവേഗം. ചന്ദ്രൻ്റെ പലായന പ്രവേഗം. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ബാപ്പുജി എന്നറിയപ്പെട്ടത്. ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് ബാപ്പുജി എന്നറിയപ്പെട്ടത്. ബാബുജി എന്നറിയപ്പെട്ടത് ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാമാണ് ബാബുജി എന്നറിയപ്പെട്ടത്. ബാപ്പുജി എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധി. ബാബുജി എന്നറിയപ്പെട്ടത് ജഗ്ജീവൻ റാം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ജിന്ധഗഡ. ആന്ധ്രാപ്രദേശിലെ ജിന്ധഗഡയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആനമുടി. കേരളത്തിലെ ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആന്ധ്രാപ്രദേശിലെ ജിന്ധഗഡ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കേരളത്തിലെ ആനമുടി. വന്ദേമാതരം രചിച്ചത്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരബിന്ദോ ഘോഷ്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യസമര സേനാനി.
പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യാണ് ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ നിരാഹാര സമരം 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയാണ്? 1921 എന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയതാണ്? മലബാർ ലഹള. മലബാർ ലഹളയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് 1921. മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. 1921 എന്ന സിനിമ മലബാർ ലഹളയെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി സർദാർ കെ എം പണിക്കർ. ഗാന്ധിയും അരാജകത്വവും എഴുതിയത്. ഗാന്ധിയും അരാജകത്വവും എഴുതിയത് സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എഴുതിയത്. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത്. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ. ലൂയിസ് ഫിഷറാണ് ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ. എൻ വി കൃഷ്ണവാര്യരാണ് ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത്. ഗാന്ധിയും അരാജകത്വവും എഴുതിയത് സി ശങ്കരൻ നായർ. ഗാന്ധിയും സ്റ്റാലിനും എഴുതിയത് ലൂയിസ് ഫിഷർ. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.